മലയാളി കൊച്ചിനെ ഓണപരിപാടി കാണിക്കാൻ കൊണ്ടുപോകാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മോശമായിപ്പോയി. ഏത് മലയാള പരിപാടി? ഇന്നലെ ഓണപരിപാടി, ഓണം ഇല്ലേ, ഓണം സെലിബ്രേഷൻ ഇല്ലേ, തിരുവനന്തപുരത്തൊക്കെ മറ്റേ ഇതൊക്കെ ഓണം എന്താണെന്ന് കൊച്ചിന് അപ്പ വന്ന് ഇന്നലെ ഒരു പരിപാടിക്ക് പോയി. ഇവിടത്തെ ചെന്നൈയിലെ മലയാളി അസോസിയേഷൻ ഓണം പരിപാടി. അല്ല ഈ ഓണം എന്നാ സാർ ഇത്? അല്ല ശരിക്കും ഇന്നത്തെ കാലത്തെ പിള്ളേരെല്ലാം ഉച്ചവരെ കിടന്നുറങ്ങും, ജോലിയൊന്നും സൂപ്പർ സൂപ്പർ. അടുത്ത സെഷന് ഈ ഓണം എങ്ങനെയാണെന്നറിയോ? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ദി മോർണിംഗ് ഓൺ AM ആണ് ഓണം. സത്യം ആഫ്റ്റർനൂൺ അല്ലേ കഴിക്കുന്നേ? പക്ഷെ ഒരു കാര്യം, ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? എന്തെന്ത് ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? കറക്റ്റ്. ആ അതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ ശിവാംഗിയുടെയാണ് കുറ്റമായി. കൊച്ചി ഓണം എന്താണെന്ന് ചോദിച്ചപ്പോ അറിഞ്ഞൂടാന്ന്. അറിയാം പുലിക്കളി, പക്ഷെ ഇതെല്ലാം നേരെ കണ്ടിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പുലിക്കളിയാണ് വിളിച്ചല്ലോ, നീ വന്നില്ലല്ലോ. കളിച്ചു. അതെ, ഞങ്ങൾ ഇന്നലെ പുലിക്കളിയുടെ കൂടെ ഏതാ കാണിച്ചറിയാം? അതൊക്കെയാണ് കളിച്ചതല്ലേ. കൃഷ്ണനാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇതാണ് കളിച്ചത്, മറ്റേ തമന്നയുടെ പാട്ടായിട്ട്. ഞാൻ ചോദിച്ചു ഒരു ഓർഗനൈസർ ഇത് എന്താണിത്, ഒരു തിരുവാതിരയൊക്കെ ഉണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും നിങ്ങൾ രണ്ടുപേരും കൂടെ പാടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആ സുന്ദരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടു, പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്ഷൻ? ചുമ്മാ ഞാൻ രസിച്ചോണ്ടിരുന്നു. അതൊക്കെ രസിക്കും, ഞങ്ങൾ പാടുന്നത് രസിക്കാറുണ്ട്. പാട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ തമിഴ്നാട് മാത്രമല്ല, കേരളം മുഴുവനും ഫാൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു അഭിമാനം കൂടുതലില്ലേ? അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയാം. ചിലർക്ക് മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് വരും. അവരെന്താണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻറ്റ്. അവർ പ്രാക്ടീസ് ചെയ്യില്ല, അവരെഴുതില്ല, അവർ തെറ്റിക്കഴിഞ്ഞ് ഫുഡ് വാങ്ങിക്കില്ല. ആപ്റ്റിറ്റ്യൂഡ് കൂടുതലുള്ളവർ ദേ ഹാവ് ടു പ്രാക്ടീസ് മോർ എന്ന് എപ്പോഴും ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ശിവാംഗിക്ക് ആപ്റ്റിറ്റ്യൂഡ് കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും സംഗീതം ലൈഫായിട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. എന്നാലേ വേറെ ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കാനും പറ്റും. 10-20 പാട്ടൊക്കെ പാടിയിട്ടുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? പിന്നെ സിനിമ മ്യൂസിക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇപ്പൊ സാർ എന്തുകൊണ്ട് അങ്ങോട്ട് തിരിയാത്തതെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. കർണാടക ശാസ്ത്രീയ മാത്രം സാർ പാടിയിട്ടുണ്ട്, അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് നേരത്തെ ഞാൻ സ്കൂൾ സമയത്ത് തന്നെ കച്ചേരികളൊക്കെ ചെയ്തു തുടങ്ങേണ്ടത് അത് ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ആയതുകൊണ്ടാണ്. വല്ലപ്പോഴൊക്കെ ഓരോരോ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. മറ്റേ യദുകുല മുരളീ ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധോ, ദീപക് ദേവന്റെ പുതിയ മുഖം, അതിലൊരു പാടിയിട്ടുണ്ട്. ഈ ഒടുവിൽ ഔസേപ്പച്ചൻ സാറിന് വേണ്ടിയിട്ട് കുറച്ച് MT അദ്ദേഹത്തിന്റെ മനോരഥങ്ങളിലെ ഒരു ഭാരതിയാറിന്റെ ഒരു 4 വരികൾ പാടിയിട്ടുണ്ടായിരുന്നു. അത് ശ്യാം സാറിന്റെ സിനിമയിലാണ് വന്നേക്കുന്നത്. അതെ അതെ അതെ, കാഴ്ച അല്ലേ. ഞങ്ങൾ ഔസേപ്പച്ചൻ സാറിനെ കുറിച്ച് പറയായിരുന്നു. ശുഭബന്ധുവരാളിയിൽ സാറ് ഒരേ കടലിൽ ചെയ്തിരിക്കുന്ന സംഗതികളുണ്ട്. എല്ലാ പാട്ടുകളും ശുഭവന്തരാളിയിൽ മാത്രം ചെയ്ത് ഒരു ഭയങ്കര, അതൊക്കെ നാഷണൽ അല്ല, അതൊക്കെ ഓസ്കാറില്ല, അതൊക്കെ വലിയ അവാർഡിനും അതീതമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. ശുഭവന്തരാളിയിൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടൊരു ചേട്ടൻ സംഗീതത്തിൽ ഭയങ്കര പ്രിയനും ആണ് അദ്ദേഹം. ഒരു പ്രാവശ്യം ഞാൻ ശുഭവന്തരാളി മെയിനായിട്ട് കച്ചേരിക്ക് പാടാൻ നേരത്ത് ശുഭവന്തരാളി നല്ല ശോകമല്ലാതെ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാനത് കറക്റ്റായിട്ട് അതിനകത്ത് ഏതൊക്കെ സ്വരങ്ങൾ അധികം യൂസ് ചെയ്യാതിരുന്നാൽ അത് വളരെ എന്താ പറയുക ഹാപ്പിയാവും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദാറ്റ് വാസ് എ ചലഞ്ച്. ഇപ്പോൾ ഔസേപ്പച്ചൻ സാറിനും അതൊരു വലിയ ചലഞ്ച് ആയി കാണും ആ ഒരു സിനിമ അങ്ങനെ ചെയ്യാൻ. എല്ലാം ഒന്നിൽ തന്നെ ചെയ്യാന്ന് പറയുന്നതൊക്കെ വേറെ വേറെ ഭാവങ്ങൾ ഒരേ രാഗത്തിൽ.
രണ്ടുപേരെ കൈ കിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ രാഗം പാടിക്കുക. രാഗമാലിക വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് വെയിറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ രാഗം കൂടെ ചേർത്ത് പാടാൻ പറ്റിയ ഒരു സിനിമ പാട്ട് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു. ഇത്തിരി നാണം സാറിന്റെ പാടിയിട്ടിരിക്കുന്നത് നമ്മുടെ അത് ഞാൻ രാഗരസ ചെയ്തത്. അതെ അതെ. രവീന്ദ്ര മാഷിന്റെ വലിയൊരു ഫാനാ ഞങ്ങൾ. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ആ രാഗന്താനം സ്വരലയ സാധനം അത് പാടാം. അല്ല എന്റെ മിമിക്രി ഉണ്ട്, അത് കഴിയട്ടെ. ഇതിപ്പോ പാട്ട് പാടാം നമുക്ക്, എന്നിട്ട് മിമിക്രി ചെയ്യാം. അത് പാടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മിമിക്രി നോക്കിയാലോ? ഞാൻ മിമിക്രി കാണിക്കും, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടങ്ങാം നമുക്ക്. ഇപ്പോ ദേവസഭാതലം രാഗിലമാകുവ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. സാർ ഇനി സാർ അതിന്റെ ഒരു മനോധർമ്മം പാടൂ. സരി സനി സരി ഗരി സനി ധനി പദനി ദേവ സഭാതലമദീനി ഗമദ ഗമപമഗരി ഗമദേവ സരി ഗമപമഗരി സരി ഗമപദനി സരി ഗരി നി ദേവ സനി സനി സരി സനി സരി സനി സരി സനി నీ గారి సని సగరి రి సని సరి సని సరి రి సని రి సదని సమదని స గమదని సని గరి రి సని రి సని దప మపద దేవ సబాతల ని ద ద ద ద ద ద ని ని ద ద మద ని ని ద ద మని ద ద మద మగ మద ద మగ గ గ ని ని ద ప మగ రి స సరి గ మ ప మగ రి సరి గ మ ప ద ద ద ప మగ రి సరి స ద ద ద ద సని ని 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 ద ని 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 ద మద ని ద ని ద ప మగ మపద ని ని మాధని సత్స సదని సమాధని సగ గమపదని సరి సరి స రి సరి గరి రి సరి స గరి రి సరి గ రి సరి గ గరి ని ద మగ రి ഗാരി ഗാരി ഇതിങ്ങനെ പോകും. എപ്പോഴും നിർത്തണം. ദേവസഭാതലം. ഇത് തീരണ്ട, ഇത് പൊളി, ഇത് വേറെ ലെവൽ. സത്യം പറഞ്ഞാണല്ലോ ഞാനൊരു കാര്യം പറയാം. ഈ രജനീഷ് നിങ്ങൾ പോയ ജനത്തിൽ ഏതോ വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു തോന്നോട്ടോ. വീണ്ടും എനിക്ക് ട്രോൾ അല്ല, ഇതൊക്കെ ഇത് എൻജോയ് ചെയ്യാനോ ആസ്വദിക്കാനോ ഒന്നെങ്കിൽ അത് പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കർണാടക ആസ്വദിക്കണം. നിങ്ങൾ താങ്ക്സ്. നിങ്ങൾ അല്ല ദേവസഭാതലത്തിൽ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ മനോധർമ്മം പാടുന്നത്. പക്ഷെ അത് ആസ്വദിക്കാനും അത് എൻജോയ് ചെയ്യാനും അത് ചോദിക്കാനും രജനീഷിനെ പോലെ എത്ര പേര് കേരളത്തിലുണ്ട്. താങ്ക്സ് ടു യു. കേരളത്തിൽ ഒത്തിരി മ്യൂസിക് ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിനി കൃഷ്ണകുമാറും ശിവാംഗിയും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പൊ സാറ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത്രയും പേര് മ്യൂസിക് ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ല, അത് രജനീഷിനെ പോലുള്ള ആൾക്കാർ അത് എടുത്തു വിടുമ്പോഴാണ് നമുക്കും അത് പറയാനും പാടാനും പറ്റുള്ളൂ. വേറെ ലെവൽ. ശിവാംഗി ഈ പെർഫോമൻസ് കണ്ടിട്ട് ശിവാംഗി സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതാണ്, പുതുമയില്ല. പക്ഷെ എങ്കിലും ഇവർ ഇതിനകത്ത് പാടുന്ന കേട്ടിട്ടില്ലല്ലോ. ഇതിപ്പോ ഇതിന് ഒരു മനോധർമ്മം ഉണ്ടല്ലോ. ആ മനോധർമ്മം എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. എന്നത്തേക്ക് എത്തും? എല്ലാ ദൈവത്തിന്റെ നമ്മൾ ദൈവം നിനക്ക് ദൈവം അതെന്റെ എഫേർട്സിനെ പുറത്ത്. അതെ, താൻ പാതി ദൈവം പാതി.